ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞമ്മക്ക് കൂടെ സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ പേരേക്ക് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഫാമിലി വളാഞ്ചേരിയിൽ നിന്നാണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ അവർ വരുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് കേട്ടോ. ഞാനിത് പായസം ഉണ്ടാക്കുകയാണ്. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവർ 5-6 പേരുണ്ട്. അപ്പോൾ സേമിയ പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവണം തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഇനി എന്താവും എനിക്കറിയില്ല. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവർ വരുമ്പോഴത്തേനും ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഞാൻ ഗ്യാസുമ്മലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് വേവിച്ചാൽ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ചിക്കൻ മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്ത ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കുറച്ച് എടുത്താൽ നമ്മൾ ചിക്കൻ കറിക്ക് ഗരം മസാല, ചിക്കൻ മസാല അല്ല ഗരം മസാല ഇവിടെ പൊടിച്ച് എടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോറ് വേണമെങ്കിൽ ഈ കറിയും കൂട്ടി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കണം, വേറെ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിഭവ സമൃദ്ധമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. താത്താ നാടൻ രീതിയിലുള്ള കുക്കിംഗ് ചോറ് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് കോരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് കഴിച്ച് പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.